മാച്ച് നമ്പർ 38 രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. പോയിന്റ് ടേബിളിലെ ഒന്നാമനും ഏഴാമനും തമ്മിലുള്ള മത്സരം. മുൻതൂക്കം രാജസ്ഥാന് തന്നെയാണ്, അത് നിസ്സംശയം പറയാം. ഒരു തോൽവി മാത്രമാണ് രാജസ്ഥാൻ 7 മത്സരങ്ങളിൽ വഴങ്ങിയിട്ടുള്ളത്. എന്നാൽ മുംബൈ 7-4 തോറ്റിട്ടുണ്ട്. സഞ്ജുവിൻ്റെ നായക മികവാണ് രാജസ്ഥാൻ്റെ ഒരു പ്ലസ് പോയിന്റ്. കൂടാതെ സഞ്ജു, ബട്ട്ലർ, ഹിറ്റ്മെയർ, റിയാൻ പരാഗ്, ചഹൽ, ബോൾട്ട് തുടങ്ങിയവർ മികച്ച ഫോമിലാണെന്നത് രാജസ്ഥാന് അനുകൂല ഘടകമാണ്. ആദ്യ റൗണ്ടിൽ നേർക്കുനേർ വന്നപ്പോൾ മുംബൈയെ ചെറിയ സ്കോറിൽ ഒതുക്കി രാജസ്ഥാൻ അനായാസ വിജയം നേടിയിരുന്നു. അന്ന് ചഹലും ബോൾട്ടുമായിരുന്നു ബോളിങ്ങിൽ മികച്ചു നിന്നത്. ബാറ്റിങ്ങിൽ അർദ്ധ സെഞ്ചുറിയുമായി റിയാൻ പരാഗ് മുന്നിൽ നിന്ന് നയിച്ചു. എന്നാൽ മുംബൈ 3 മത്സരങ്ങൾ വിജയിച്ചപ്പോഴും ബുംറ, സൂര്യകുമാർ കൂട്ടുകെട്ടാണ് രണ്ടിലും അവർക്ക് തുണയായത്. ഡൽഹിക്കെതിരായ മത്സരത്തിൽ ഷെപ്പേർഡിൻ്റെ മാസ്മരിക ഇന്നിങ്സ് ആയിരുന്നു വിജയം നൽകിയത്. ബാറ്റിങ്ങിൽ താരങ്ങൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും ബുംറയെ ഒഴികെ ബോളിംഗ് നിര മികവിലേക്ക് ഉയർന്നിട്ടില്ല. കോട്ട്സെ വിക്കറ്റ് നേടുന്നുണ്ടെങ്കിലും റൺസ് വഴങ്ങുന്നുണ്ട്. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മുംബൈക്ക് വലിയ തലവേദനയാണുള്ളത്. മധ്വാൽ കഴിഞ്ഞ സീസണിലെ ഫോമിൻ്റെ അടുത്തെങ്ങുമില്ല. ഹർദിക് പാണ്ഡ്യയും ഓൾറൗണ്ട് പ്രകടനം നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. പോരാത്തതിന് ക്യാപ്റ്റൻസി കൂടിയായപ്പോൾ താരത്തിൻ്റെ മേൽ സമ്മർദ്ദം കൂടിയിട്ടുണ്ട്. രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും തിലക് വർമ്മയുമെല്ലാം മികച്ച രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിലും ബോളേഴ്സ് ഫോമിലായാലേ റണ്ണൊഴുക്ക് തടയാനാകൂ. ഡൽഹിക്കെതിരെയും പഞ്ചാബിനെതിരെയും RCBക്കെതിരെയും വിജയിച്ചുവെങ്കിലും വഴങ്ങിയ റണ്ണുകൾ 200-നടുത്താണ്. SRH ആകട്ടെ 277 റൺസും അടിച്ചു. അതുകൊണ്ട് തന്നെ ബോളേഴ്സിൻ്റെ പ്രകടനമായിരിക്കും മുംബൈയുടെ മുന്നോട്ടുള്ള കുതിപ്പിൽ പ്രധാനം. ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? കമൻറ്റ് ചെയ്യൂ.